നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാകും. എന്നാൽ ഏതെങ്കിലും കാരണം കൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനാകും. എന്നാൽ ദത്തെടുക്കൽ അത്ര എളുപ്പമല്ല. അതിന് ചില മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളുമുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ CARA, അതായത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലൊട്ടാകെ ദത്തെടുക്കൽ പ്രക്രിയ നടത്തുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിൽ സ്വയംഭരണാവകാശമുള്ളൊരു സ്ഥാപനമാണ് CARA. രാജ്യത്തിനകത്തും രാജ്യാന്തരവുമായ ദത്തെടുക്കലിനെ ഏകോപിപ്പിക്കുന്ന ഏജൻസിയാണത്. അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരും ദത്തെടുക്കലിനായി നൽകുന്നവരുമായ കുട്ടികളെ അംഗീകൃത ദത്തെടുക്കൽ ഏജൻസി വഴിയാണ് ദത്ത് നൽകുക. ദത്തെടുക്കപ്പെടാൻ യോഗ്യരായ കുട്ടികളുടെ വിവരം ശേഖരിക്കുക, ദത്തെടുക്കലിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക, ദത്തെടുക്കലിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുക എന്നിവയാണ് CARAയുടെ ചുമതലകൾ. കൂടാതെ ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ദമ്പതിമാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ പേര് അംഗീകൃത ദത്തെടുക്കൽ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കുകയും CARAയുടെ ചുമതലയാണ്. CARAയുടെ കീഴിൽ ഓരോ സംസ്ഥാനങ്ങളിലും ദത്തെടുക്കൽ ഏകീകരണ ഏജൻസികളുണ്ട്. അനാഥരും മാതാപിതാക്കൾ ഉപേക്ഷിച്ചവരും ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവരുമായ കുട്ടികളെയാണ് ദത്തെടുക്കാനാവുക. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കുട്ടികളെ ശിശുക്ഷേമ സമിതികളിൽ 2 തരത്തിലാണ് ലഭിക്കുക. മാതാപിതാക്കൾ കുട്ടികളെ നിയമപരമായി ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിക്കുകയാണ് ഒന്ന്. കുട്ടിയെ ബോധപൂർവം ഏൽപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ രേഖകളും കൈമാറിക്കൊണ്ട് ദത്തു നൽകാൻ സമ്മതമാണെന്നും ഭാവിയിൽ കുട്ടി മാതാപിതാക്കളെ തിരഞ്ഞു വന്നാൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറരുത് എന്നീ കാര്യങ്ങളും സറണ്ടർ ഡീലായി നൽകിയാണ് ഇങ്ങനെ കുട്ടികളെ കൈമാറുന്നത്. കുട്ടിയെ വഴിയിലും അമ്മത്തൊട്ടിൽ പോലുള്ള സ്ഥലങ്ങളിലും ഉപേക്ഷിച്ചു പോകുന്നതാണ് രണ്ടാമത്തേത്. കുട്ടികളെ കിട്ടിയതിനു പിന്നാലെ പത്രങ്ങളിൽ പരസ്യം നൽകി 30 ദിവസത്തിനുള്ളിൽ അവകാശികൾ ആരും എത്തിയില്ലെങ്കിൽ ഈ കുട്ടികളെയും ദത്തു നൽകും. ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികവുമായ സ്ഥിരതയും കഴിവുമുള്ള ഏതൊരു വ്യക്തിക്കും ദമ്പതികൾക്കും ദത്തെടുക്കാനാകും. വിവാഹം കഴിഞ്ഞ ദമ്പതികളാണെങ്കിൽ 2 വർഷത്തിന് ശേഷമേ ദത്തെടുക്കാൻ അനുമതി നൽകൂ. ദമ്പതികളുടെ 2 പേരുടെയും സമ്മതം ദത്തെടുക്കൽ നടപടിക്ക് ആവശ്യമാണ്. 3 കുട്ടികളിൽ കൂടുതലുള്ള ദമ്പതികൾക്ക് ദത്തെടുക്കാൻ അർഹതയില്ല. ഇനി വിവാഹിതരാകാത്തവരാണെങ്കിൽ സ്ത്രീകൾക്ക് ഏതു കുട്ടിയെയും ദത്തെടുക്കാം. എന്നാൽ പുരുഷന്മാർക്ക് ആൺകുട്ടികളെ മാത്രമേ ദത്തെടുക്കാനാകൂ. മറ്റൊരു കാര്യം, കുട്ടിയും മാതാപിതാക്കളിൽ ഒരാളും തമ്മിലുള്ള പ്രായ വ്യത്യാസം ഒരിക്കലും 25 വയസ്സിൽ താഴെയായിരിക്കരുത് എന്നതാണ്. രാജ്യത്തിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനാകും. എന്നാൽ ഇതിന് രണ്ടിനും 2 നടപടിക്രമമാണ്. രാജ്യത്തിനകത്തുള്ള ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ദമ്പതികളോ വ്യക്തികളോ അംഗീകൃത ദത്തെടുക്കൽ ഏജൻസിയിൽ പേര് രജിസ്റ്റർ ചെയ്യണം. പിന്നീട് ഒരു സാമൂഹിക പ്രവർത്തകനെ കൊണ്ട് ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ ഗാർഹിക പഠന റിപ്പോർട്ട് തയ്യാറാക്കും. ഒപ്പം അവരെ കൗൺസിലിങ്ങിന് വിധേയരാക്കും. കൂടാതെ ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ ആരോഗ്യവും സാമ്പത്തികവുമായ നില വ്യക്തമാക്കുന്ന രേഖകൾ ഏജൻസി മുൻപാകെ സമർപ്പിക്കണം. ഇതിനു ശേഷമാണ് കുട്ടിയെ ദമ്പതിമാർക്കോ വ്യക്തിക്കോ കാണിച്ചു കൊടുക്കുക. കുട്ടിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഏജൻസി കോടതിയിലോ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലോ ഹർജി ഫയൽ ചെയ്ത് ഉത്തരവ് നേടാം. ഇങ്ങനെയാണ് കുട്ടിയെ ദത്ത് നൽകുന്നത്. രാജ്യാന്തര ദത്തെടുക്കലിനെ 4ആയി തിരിച്ചിട്ടുണ്ട്: നോൺ റെസിഡന്റ് ഇന്ത്യൻസ്, ഓവർസീസ് ഇന്ത്യൻസ്, ഇന്ത്യൻ വംശജർ, വിദേശികൾ. രാജ്യാന്തര ദത്തെടുക്കലിനായി ആദ്യം ശിശുക്ഷേമ സമിതിയിൽ നിന്നും നിയമപരമായ ബാധ്യതയില്ലെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങണം. കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നും അവകാശമൊഴിഞ്ഞ കരാറും വാങ്ങണം. പിന്നീട് ദത്തെടുക്കലിന് ഉദ്ദേശിക്കുന്നവരുടെ ഗാർഹിക പഠന റിപ്പോർട്ട് തയ്യാറാക്കി കൗൺസിലിങ്ങും നടത്തിയ ശേഷമാണ് ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പേര് രജിസ്റ്റർ ചെയ്യുക. പിന്നീട് രാജ്യത്തിനകത്തുള്ള ദത്തെടുക്കൽ പോലെ കുട്ടിയെ കാണാൻ അവസരമുണ്ടാക്കും. ദത്തെടുക്കൽ ഉത്തരവ് നേടാനായി വേണ്ട രേഖകൾ കോടതിയിൽ ഹാജരാക്കണം. കോടതി ഈ രേഖകൾ പരിശോധിച്ച ശേഷം കുട്ടിയുടെ സംരക്ഷണ ഉത്തരവ് അനുവദിക്കും. കോടതി ഉത്തരവ് കിട്ടിയ ശേഷം കുട്ടിയെ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാം. കുഞ്ഞുങ്ങളെ ദത്ത് നൽകുന്നതിന് മുൻഗണനകളൊന്നുമില്ല. സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ ക്രമത്തിലും വയസ്സിൻ്റെ അടിസ്ഥാനത്തിലും ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിലും കുട്ടികൾ ലഭ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ദത്ത് നൽകുക. ഉദാഹരണത്തിന് 1 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി ആദ്യം ഒരാളും 4 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി രണ്ടാമതൊരാളും രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ
4 വയസ്സുള്ള കുട്ടിയാണ് ആദ്യം ലഭ്യമാകുന്നതെങ്കിൽ ആ കുട്ടിയെ ആയിരിക്കും ആദ്യം ദത്ത് നൽകുക. കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ, ആവശ്യമായ രേഖകൾ, ദത്തെടുക്കൽ ഏജൻസികൾ എന്നിവയുടെ എല്ലാം കൃത്യമായ വിവരങ്ങൾ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റൊരു അറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.